അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഹാപ്പി ആൻഡ് മെമ്മറബിൾ മൊമെൻറ്റ് ഞാൻ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഡെലിവറി വ്ളോഗാണ് ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഓഗസ്റ്റ് 10 എന്നോട് ഡോക്ടർ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞത്. കാരത്ത മാതാ ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത്. നമ്മൾ ഓഗസ്റ്റ് 10 മോർണിംഗ് 8 o'clock തന്നെ അഡ്മിഷൻ ഡെസ്കിൽ ചെന്നു. സൺഡേ ആയിരുന്നു, അതുകൊണ്ട് തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടുത്തെ അഡ്മിഷൻ സൺഡേ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും സൺഡേ വരാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അവർ ഞങ്ങളുടെ നേരെ ആൻറ്റിനേറ്റൽ കെയറിലേക്ക് ചെന്നോളാൻ പറഞ്ഞു. കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പ ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, അനിയത്തി, അമ്മച്ചി, ഹസ്ബൻഡ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു കുടുംബസമേതം ജാഥ പോലെയാണ് പോയത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എല്ലാവരും കൂടെ ഉള്ളത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഹാപ്പിനെസ് ആണല്ലോ. അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ആൻഷ്യസ് ആയിരുന്നു. ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, എന്താ അവിടെ നടക്കാൻ പോണേ, എന്തുവാണ് സംഭവം, കേട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ചെന്നു, വേറെ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് നമ്മുടെ BP കാര്യങ്ങളൊക്കെ എടുത്തു, ഒരു സമ്മതപത്രമൊക്കെ തന്നു, മൊത്തം വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യാനൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ NST എന്ന് പറഞ്ഞിട്ട് നോൺ സ്ട്രെസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, ബേബീൻ്റെ അതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിൻ്റെ ബാൻഡ് കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ആ ഒരു ഡേ പോയി. ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും 8 മണിക്ക് കയറിയിട്ട് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും നമ്മളെ റൂമിലോട്ട് വിട്ടു. അത്രയും നേരം ഇവർ പുറത്ത് അവിടെ എന്താ നടക്കുന്നതെന്ന് ഓർത്തിരിക്കും. എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, സോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഒന്നും നടക്കുന്നൊന്നുമില്ല, ചുമ്മാ ഞാനിങ്ങനെ കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ റൂമിലോട്ട് വിട്ടു. ഒരു അഡ്മിഷൻ കിറ്റൊക്കെ അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ കുറച്ച് ടർക്കി, ബ്രഷ്, പേസ്റ്റ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സൺഡേ അങ്ങനെ പോയി. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വെളിയിലോട്ടൊന്ന് ഇറങ്ങി, വെറുതെ ചായ എന്തെങ്കിലും കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി. പുറത്ത് പോകാനായിരുന്നു ഉദ്ദേശം, പക്ഷെ കയ്യിൽ പേഷ്യൻ്റെ ബാൻഡ് ഉണ്ടായിരുന്നുകൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റി പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞു പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. അപ്പം നമ്മൾ അകത്ത് ഉള്ളിലുള്ള ആ ഒരു കഫറ്റേരിയയിൽ നിന്ന് തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് കയറി റൂമിലേക്ക് തന്നെ പോയി. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ചുമ്മാ സ്പെൻഡ് ചെയ്തു. അന്നത്തെ ദിവസം വേറെ പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. തിരിച്ച് ചെന്നപ്പോഴേക്കും അവിടെ എനിക്ക് നാളത്തേക്ക് വേണ്ടിയുള്ള എൻ്റെ ലേബർ റൂമിലേക്ക് കൊണ്ടുവരുന്ന കിറ്റും കാര്യങ്ങളും ഒക്കെ റെഡിയായിരുന്നു. നൈറ്റ് ആയപ്പോഴേക്കും നമ്മൾ TV ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. പിന്നെ അനിയത്തിനെ ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ മെയിനായിട്ട് കൂട്ടിയത്. മസാജിങ്, കാല് തിരുമിച്ച, അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ പറയുന്നതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിമക്കണ്ണിനെയാണ് ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോൾ അവളുടെ തീറ്റി മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ പോയി. പിന്നെ വൈകിട്ടൊരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ നേഴ്സ് വന്നിട്ട് ക്യാനിലെയും കാര്യങ്ങളൊക്കെ ഇട്ടു. രാവിലെ 5 മണിയാകുമ്പോൾ തന്നെ റെഡി ആയിട്ടിരിക്കണം, ലേബർ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കിടന്നു. രാവിലെ 5 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റു. ജസ്റ്റ് ഞാനൊന്ന് ബോഡിയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ നന്നായിട്ടൊന്ന് കെട്ടി വെക്കുകയാണ്. ടൈറ്റായിട്ടൊന്ന് കെട്ടി വെച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയൊക്കെ അമ്മയെ കൊണ്ട് ഞാൻ പിന്നെയൊക്കെ കെട്ടിക്കുകയാണ്. പിന്നെ അതുപോലെ ഫുഡാണെങ്കിൽ വേറെ ഒന്നും കഴിക്കരുത്, വല്ല കടിഞ്ചായ, ബ്രെഡ് അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു കടിഞ്ചായ, ഒരു ബ്രെഡും ഒക്കെ കഴിച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് ടച്ചപ്പൊക്കെ നടത്തി ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഊരി കൊടുത്തിട്ട് അവിടെ തുള്ളി പോവുകയാണ്. എന്താണ് സംഭവം, എങ്ങനെയാണ് എന്നൊന്നും അറിയാതെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ പോവുകയാണ് ലേബർ റൂമിലേക്ക്. അപ്പോൾ ആ ഒരു ഫ്ലോറിൽ തന്നെ ഒരു 5-6 റൂംസ് ഇന്ന് അളത്തേക്ക് ഡെലിവറി ഉള്ളവരുണ്ട്. അവരോടെല്ലാവരോടും ഈ ഒരു ടൈമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സിസ്റ്റർ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വന്നു. ഒരു അലർജിക്കിൻ്റെ ഒരു ഇഞ്ചക്ഷൻ തന്നു. പിന്നെ വേറൊരു മരുന്നുണ്ടായിരുന്നു ഇഞ്ചക്ഷനായിട്ട്. പക്ഷെ ക്യാനിലിട്ടേക്കുന്ന കാരണം വേദനയൊന്നും ഇല്ലായിരുന്നല്ലോ. അല്ലെ തന്നെ എനിക്ക് ഇഞ്ചക്ഷൻസ് വലിയ പേടിയുള്ള ആളല്ല. ഞാൻ എല്ലാവരോടും കെട്ടിയൊക്കെ പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞ് ഇന്ന് തന്നെ പ്രസവിച്ച് കുഞ്ഞുമായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരെയും കൂടെ കൂട്ടി നേഴ്സ് ആൻറ്റിനേറ്റൽ കെയറിലേക്ക് തന്നെയാണ് പോകുന്നത്. പേഷ്യൻസ് മാത്രം വന്നാൽ മതി, ബൈസ്റ്റാൻഡേഴ്സ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇങ്ങനൊരു കാര്യമാകുമ്പം എല്ലാവർക്കും ഒരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബൈസ്റ്റാൻഡേഴ്സും കൂടെ കയറി എന്തായാലും വരുമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി രാവിലെ 5 മണിയായപ്പോൾ ഒരു ലിഫ്റ്റിൽ കയറിയിട്ട് ഇങ്ങനെ പോയി അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഇന്നലത്തെ തന്നെ പരിപാടികളായിരുന്നു. നമ്മുടെ BP കാര്യങ്ങളൊക്കെ നോക്കി, കുട്ടീൻ്റെ നോൺ സ്ട്രെസ് ടെസ്റ്റ് നോക്കി. അത് കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും നമുക്ക് പെയിൻ വരാനുള്ള ഒരു മെഡിസിൻ തന്നു.
പെയിൻ വരാനുള്ള മെഡിസിൻ തന്നു കഴിഞ്ഞിട്ടൊന്നും എനിക്ക് പെയിൻ വരുന്നില്ല. ഞാൻ അവിടെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ആർമാദിച്ച് ആഘോഷിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 10 മണിയായപ്പോൾ ഒരു പെയിൻ വരാനുള്ള ഗുളികയും കൂടെ തന്നു. പിന്നെയും പെയിൻ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു പോയി. ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയി. പക്ഷേ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിറ്റേന്ന് ഇതുപോലെ സെയിം രാവിലെ 5 മണിക്ക് റെഡിയായി താഴെ ചെന്നു. 7 മണിയായപ്പോൾ ഗുളിക തന്നു. 7 മണിയായപ്പോൾ ഗുളിക തന്നപ്പോൾ എനിക്ക് പെയിൻ വരാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ഫോൺ പോലും കണ്ടിട്ടില്ല. ഇതിപ്പോൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അനിയത്തി വീഡിയോ എടുത്ത് വെച്ചതാണ്. 7 മണിയായപ്പോൾ പെയിൻ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ സിസ്റ്റർ പറഞ്ഞിരുന്നു നടക്കാൻ സാധ്യത ഉണ്ടെന്ന്. പിന്നെ 10 മണിയായപ്പോൾ ഒരു ഗുളികയും കൂടെ തന്നു. ആ ഗുളിക തന്നപ്പോൾ എനിക്ക് നല്ല പെയിൻ വരാൻ തുടങ്ങി. 11:30 ആയപ്പം പെയിൻ പീക്ക് ലെവലിലെത്തി. അങ്ങനെ 11:30 ആയപ്പോൾ എന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയി. ഏകദേശം 1:30 ആയപ്പോഴേക്ക് ഞാൻ പ്രസവിച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 to 4 hours നല്ല പെയിൻ അനുഭവിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ പോയി. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, ഡെലിവറി എക്സ്പീരിയൻസ് എന്നുള്ളൊരു വീഡിയോയും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും സംശയങ്ങളും അങ്ങനത്തെ ഉള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ചെയ്യാം. ഇത് ഞാൻ എൻ്റെ ഒരു അന്നത്തെ ആ ഒരു മെമ്മറബിൾ ഡേ വിഷ്വലൈസ് ചെയ്ത് എങ്ങനെയായിരിക്കും എനിക്ക് കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് കാണാം, എൻ്റെ കൊച്ചിനെ കാണിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് എടുത്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ മറ്റ് ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടീനെ കിട്ടി. 1:38 ആയിരുന്നു അവൻ്റെ ഡെലിവറി ടൈം. കുഞ്ഞിനെ കിട്ടി. കുഞ്ഞിന് ഡെലിവറി ആയ ഉടനെ നഴ്സിനോട് എനിക്ക് ബോധം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചു എന്ത് കുഞ്ഞാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്താ ആൺകുട്ടിയാന്നൊക്കെ പറഞ്ഞു. ഞാൻ മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞു. നോർമൽ ഡെലിവറി ആയിരുന്നു. അത് എന്നെ ഇറക്കി എല്ലാവരും ഉണ്ടായിരുന്നു ചുറ്റും. അങ്ങനെ എന്നെ വേറൊരു റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു 2 hours ഉണ്ടായിരുന്നു. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ 2 മണിക്കൂർ ഉറങ്ങുമായിരുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും, കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, മഞ്ഞ കളർ കാര്യങ്ങൾ അങ്ങനെ NICU അങ്ങനത്തെ ഒന്നും ഒരു ഇതിലായിരുന്നു. അത് കാരണം എന്നെ ഇറക്കിയവൻ്റെ കൂടെ തന്നെ അവനെ ഇറക്കി ഞങ്ങളെ അന്ന് തന്നെ റൂമിലേക്ക് ഒരു 7 മണിയൊക്കെ 6 മണി 7 മണിയായെന്ന് തോന്നുന്നു അവനെ ഷിഫ്റ്റ് ചെയ്തു. പിറ്റേന്ന് പോകുന്ന ദിവസമായിരുന്നു, 3 ദിവസമായിരുന്നു നോർമൽ ഡെലിവറി ആയിട്ട്. 3 ദിവസം അഡ്മിഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് പോകാറായ ദിവസം അവിടുത്തെ അച്ഛൻ വന്നിട്ട് നമുക്ക് ഒരു തൈമരം, ഒരു മാവൻ തൈയൊക്കെ തന്നു. പിന്നെ ബേബി ഓൺ ബോർഡിൻ്റെ ഒരു പോസ്റ്ററൊക്കെ തന്നു. നമ്മളവർക്ക് മുട്ടായിയൊക്കെ കൊടുത്തു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ 3rd ഡേ ആണ് ഇന്ന് കേട്ടോ. ഒന്ന് ഡിസ്ചാർജ് ആണ്. അപ്പോൾ ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മളെല്ലാം പാക്കിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഒരു തത്രപ്പാടിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എന്നാൽ നമുക്ക് ഫസ്റ്റ് ടൈം അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവനെ ഒന്ന് സെറ്റ് ചെയ്ത് വിടുവാണെങ്കിൽ നമുക്ക് സമാധാനത്തോടെ എല്ലാം പിറക്കി വയ്ക്കാമല്ലോ. അപ്പം ആണ് പെട്ടെന്ന് നമ്മുടെ ഹിയറിംഗ് ടെസ്റ്റിന് ഒരാൾ വന്നു. അപ്പോൾ ഹിയറിംഗ് ടെസ്റ്റൊക്കെ ചെയ്തു. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നു. അപ്പോൾ സെക്കൻഡ് ഡേ തന്നെ നമുക്ക് നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്ത് കിട്ടി. അവർ വന്നിട്ട് കോംപ്ലിമെൻ്ററി ആണ്, കാരിത്താസിൻ്റെ വകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നമ്മൾ വേറെ പേയ്മെൻറ്റ് അടയ്ക്കുകയാണെങ്കിൽ അവർ വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേറെ നല്ല ഫോട്ടോസൊക്കെ എടുത്തു തരും. അപ്പോൾ നമ്മളും എക്സ്ട്രാ കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. കാരണം ഇപ്പോഴല്ലേ ഇതൊക്കെ പറ്റുള്ളൂ. അങ്ങനെ അന്നച്ച് ഫുൾ ടൈം കുഞ്ഞിൻ്റെ കൂടെയാണ്, അവനെ കളിപ്പിച്ചും തോണ്ടിയൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അവനെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു. ടർക്കിലൊക്കെ പൊതിഞ്ഞ് സുന്ദരക്കുട്ടപ്പനാക്കി അവൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവനെ അവിടെ കിടത്തുവാണ്. പിന്നെ ഞങ്ങളുടെ ബാഗുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ പാക്ക് ചെയ്തു. നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പറക്കി കഴിഞ്ഞപ്പോൾ. കാരണം ഇത്രയും പേരുണ്ടായിരുന്നല്ലോ, 4 പേരുണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ എല്ലാവരുടെയും സാധനങ്ങളുണ്ടായിരുന്നു. അല്ലാതെ ഡെലിവറി എന്ന് പറഞ്ഞ് വരുമ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കയ്യിൽ കരുതിയായിരുന്നു. അങ്ങനെ പിന്നെ ഞാനാണെങ്കിലും പോകാനുള്ള ഭയങ്കര ധൃതിയിലായിരുന്നു. 3-4 ദിവസമായിട്ട്, അതായത് 5 ദിവസമായി ഹോസ്പിറ്റലിൽ ടോട്ടൽ. കാരണം വന്ന 2 ദിവസം ഉണ്ടായിരുന്നു, പിന്നെ ഡെലിവറി കഴിഞ്ഞ് 3, അങ്ങനെ 5 ദിവസമായിട്ട് പെട്ടെന്ന് വീട്ടിൽ എങ്ങനെയെങ്കിലും എത്തണം എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു. എല്ലാവരും അതെ, വീട്ടിൽ പോകണം എന്ന് പറയാം. എല്ലാവരും വീട്ടിൽ പോകാൻ ഇങ്ങനെ. പിന്നെ കുഞ്ഞിനാണെങ്കിലും എല്ലാവരും കാത്തു നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം അടുക്കി പിറക്കി എല്ലാം ഇറങ്ങി നമ്മൾ നഴ്സിംഗ് സ്റ്റേഷനിൽ പോവുകയാണെന്നുള്ള കാര്യമായിരുന്നു. ഇത്രയും പേരായിരുന്നു നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളെ ട്രീറ്റ് ചെയ്തിരുന്നത്. നല്ല ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിൽ പോകാനുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ ലിഫ്റ്റിൽ കയറി കാറിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ അനിയത്തി നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്, നമ്മൾ പോകുന്നതും കാത്തിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഡെലിവറിയുടെ എനിക്കത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ നമ്മൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കേൾക്കാൻ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഡെലിവറി എന്ന് പറയുമ്പോൾ. അത് കാണാനൊക്കെ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. നമ്മൾ ഓരോ വീഡിയോസ് എടുത്ത് നോക്കാൻ പറയും. സോ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിൽ ചെന്ന് അവിടെ കേക്കും കാര്യങ്ങളും ഡെക്കറേഷൻസും ഒക്കെ ആയിട്ട് അനിയത്തി അടിപൊളിയായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ആ ഒരു ഡെലിവറി ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു. അപ്പോൾ കീപ് വാച്ചിങ് മൈ വീഡിയോസ്. ഓക്കെ, ബൈ.